ഹായ് ഹലോ ഗുഡ് ഈവനിങ്, ദിസ് ഇസ് വികാസ് കാർത്തിക്. സ്നേഹം അബ്രഹാം. വ്രതശുദ്ധിയുടെ പുണ്യമാസം തുടരുകയാണ്. എല്ലാവരും നോമ്പൊക്കെ കഴിഞ്ഞ് ഇഫ്താറൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുകയാണ്. ടോക്ക് ഓഫ് ദ ടൗണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നീ എന്ന മ്യൂസിക് ആൽബം കാലിക പ്രസക്തിയേറിയ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ ഒരു വീഡിയോയിലൂടെ പ്രതികരിച്ച കുറച്ച് പ്രവാസി മലയാളി ചെറുപ്പക്കാർ നമ്മോടൊപ്പം ഉണ്ട്. ബ്രോ, ഗൈസ്, വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. നീ എന്ന ആൽബത്തിന്റെ സംവിധായകൻ സുനിൽ ഷാ, ഇതിലെ ഗായകനും അഭിനേതാവും രചയിതാവുമായ അഭിജിത്ത്, ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്ത ഹൈദർ, എല്ലാവർക്കും ടോക്ക് ഓഫ് ദ ടൗണിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സെറ്റല്ലേ? അടിപൊളി അടിപൊളി. നമുക്ക് അഭിജിത്ത് തുടങ്ങാം അല്ലേ? അപ്പോൾ നീ എന്നൊരു ആൽബത്തിന്റെ ഒരു കൺസെപ്റ്റ് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ആൽബത്തിന്. എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്? നീ ഈ ഒരു റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നല്ലോ ഇത്. ഇപ്പോൾ അത് വളരെയധികം വൈറലായി കഴിഞ്ഞു, ഒരുപാട് മീഡിയകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് ഈ ചിന്തയുടെ തുടക്കം? ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പാണ് ഞാൻ എഴുതിയത്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായും ആ ഓരോ അനുഭവമാണ് ഇത് തുടങ്ങുന്ന സ്വന്തം അനുഭവത്തിൽ നിന്ന്. എന്റെ ഫ്രണ്ടിന് ഒരു അനുഭവം ഉണ്ടായി ബസ്സിൽ വെച്ച്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ആണ് അല്ല? ഇവിടെ നമ്മളിപ്പോ വലിയൊരു ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല, നമുക്ക് തുറന്നു പറയാം, സംസാരിക്കാം. അല്ലാണ്ട് ഒരു ഇന്റർവ്യൂ മോഡായിട്ട് നിങ്ങൾ കരുതണ്ട. നമ്മളൊരു ചായ കുടിച്ച് സംസാരിക്കുന്നത് പ്രതിനിധി. അതെ അതെ അതെ, പറയൂ. 3 വർഷം മുൻപാണ് ഞാൻ എഴുതിയത്. അവർക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ഫ്രണ്ടിന് ഇങ്ങനെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. നാട്ടിൽ വെച്ചിട്ട്. അപ്പൊ അന്ന് നാട്ടിൽ അവൾ പഠിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ, പേര് മാത്രം ഞാൻ പറയില്ല. അന്നായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ വെച്ചൊരു അനുഭവം ഉണ്ടായി. പക്ഷെ പുള്ളിക്കാരിക്ക് അന്ന് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ട്രോമയിലൂടെ കടന്നു പോയോ? അതെ 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 അതെ. അതെന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഒരു എന്തോ എഴുതണമെന്ന് തോന്നി, പ്രതികരിച്ച് എഴുതണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞ. പിന്നീട് അങ്ങോട്ട് അതപ്പോ തന്നെ എഴുതിയിരുന്നു, ആ ലിറിക്സ് അപ്പൊ തന്നെ എഴുതിയിരുന്നു. അതിൽ പ്രത്യേകം ഇതിലുണ്ട്. അപ്പോ അവിടെ പിന്നെ അവസരങ്ങൾ കൂടുതലായല്ലോ. നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളായിട്ടൊരു കണ്ടന്റിന് പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ആ ഒരു ആങ്കർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഒരു വരികളിലൂടെ പ്രകടിപ്പിച്ചു. അതിന് മ്യൂസിക്കും കൊടുത്തിരുന്നു അപ്പൊ തന്നെ? മ്യൂസിക് എന്റെ മൈൻഡിൽ അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ജസ്റ്റ് എന്തൊക്കെ മനുഷ്യൻ കാണിക്കുന്ന എല്ലാ ഹറാംപറപ്പ് ഇതുവരെ കാണിച്ചു കൂട്ടി എല്ലാ ഹറാംപറപ്പ് എന്നോട് കഴിയുന്നതിൽ അതിൽ എഴുതിയിട്ടുണ്ട്. അല്ല, ഹറാംപറപ്പ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഈ ഹറാംപറപ്പിന്റെ പീക്ക് ടൈമാണ്. ഇതിനൊരു ലിമിറ്റേഷൻ. ബന്ധക്കാരില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സ്വന്തക്കാര് വന്ന് വീട്ടുകാര് അപ്പനും അമ്മയും പോലും ബാക്കി വെക്കാത്ത ഒരവസ്ഥയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. 5 പേരെയാണ് ഒരു നമ്മളെ പോലെ ചെറുപ്പക്കാരെ ഇല്ലാണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. നാട്ടിലൊരു ന്യൂസ് നമുക്ക് തുറന്നു നോക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തി. പേടിയാണ് എല്ലാ ദിവസവും രാവിലെ. പണ്ട് നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിന്റെ പുറത്തുള്ള കാര്യങ്ങളല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് വീട്ടിലെ കൊന്നു, വീട്ടിലെ അമ്മയെ കൊന്നു. കാര്യം ഇതിപ്പോ നമ്മളിലോട്ട് ലോകത്തിന് മുമ്പ് ലോകത്തിന് അപ്പുറത്തായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് നമ്മളിലോട്ട് എത്തിക്കഴിഞ്ഞത്. അതെ അതെ അതെ. എന്നിട്ടത് ആ സംഭവം എഴുതി വെച്ചു. ഓക്കെ, പിന്നെന്തുണ്ടായി? പിന്നീടാണ് നമ്മുടെ സാറിങ്ങനെ പറഞ്ഞു, പുള്ളിയുടെ ക്യാബിൽ നിന്ന സമയത്താണ് പുള്ളി ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പുള്ളിയോട് പറഞ്ഞു, അഭിജിത്ത് അപ്പൊ ദുബായിലായിരുന്നു. ദുബായിലുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, അഭിജിത്തിന്റെ അടുത്ത് ഇങ്ങനെ ലിറിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്കത് ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ അഭിജിത്ത് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കിന്ന് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി ഇത് അറിയുന്നത്. അപ്പൊ 3 വർഷത്തെ സസ്പെൻസ് ആണ് അതെ റിലീസ് അയക്കുന്നല്ലേ. അപ്പൊ അവര് മ്യൂസിക് ചെയ്ത സംഭവം സെറ്റ് ആക്കി വെച്ചു. നാട്ടിൽ അഭിജിത്ത് എന്താ ചെയ്യണേന്നും കൂടി നമുക്ക് പ്രേക്ഷകരോട് പറയാം. നമുക്കറിയാം എന്റെ പ്രൊഫഷൻ. ഞാൻ വർക്ക് ചെയ്യണത്
മൈൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കമ്പനിയാണ്, ദുബായ് സ്റ്റുഡിയോ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലൊരു ഗായകനുണ്ടെന്ന് അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു വെച്ചാൽ അതെന്റെ ഫസ്റ്റ് സോങ് ആണ്. അത് എഴുതിയതിനു ശേഷമാണ് എന്നെ കൊണ്ട് ഇങ്ങനെ സംഭവം ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത്. റിയലൈസേഷൻ ശരിക്കും മൊമെന്റ് അല്ലേ? അത് എഴുതിയപ്പോ തന്നെ ആ പാട്ടിന്റെ ഒരു സ്റ്റൈലും ഒക്കെ അഭിജിത്ത് പാടി നോക്കിയിരുന്നു. അതെ അതെ. പിന്നെ ഇങ്ങനെ ട്രയൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. രാത്രി ഓരോരുത്തർക്ക് വിളിക്കും. നമ്മളെ DOP ഷാൽവിനെ വിളിച്ച് സംസാരിക്കും. ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്, എങ്ങനെയുണ്ട്, അപ്പൊ പറഞ്ഞാൽ ഓക്കെ എഴുതിക്കോ. ഇൻസ്പിറേഷൻ അവിടെ കിട്ടി പിന്നെ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയ അവസാനം. ഇത് സുനിൽ ബ്രോയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒരു സംവിധായകനാണ്, ഇതിന്റെ ഐഡിയയും കൺസെപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഒരു കൂട്ടായ്മയാണ് ആക്ച്വലി. അതെ അതെ അതെ. ആക്ച്വലി ഇത് ശരിക്കും ഇങ്ങനൊരു സബ്ജക്റ്റും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആദ്യമേ ഡെവലപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറൊരു സബ്ജക്റ്റുമായിട്ട് വേറെ സ്ഥലത്ത് ഇതായിരുന്നു. അപ്പോൾ ഇത് ആദ്യം ചെയ്യാതിരുന്നത് നമ്മുടെ കൊളീഗ്സ് തന്നെയായിരുന്നു. പുള്ളിക്കാരിയായിരുന്നു ആദ്യം ഇത് വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ആ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറി. പിന്നെ ഇത് എൻ്റെലോട്ട് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സാധാരണ റാപ്പ് പറയുന്നത് പോലെ പറയാണ്ട് ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ജനങ്ങൾക്ക് ഇടയിലൂടെ ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും പുതുമ കൊണ്ടുവരണമെന്നുള്ളൊരു സാധനം. പിന്നെ ഞാൻ ഇവൻ്റെ ആയിട്ട് സംസാരിച്ചു, എന്താണ് നീ ഉദ്ദേശിച്ചത്? ഇവൻ്റെ മനസ്സെനിക്ക് അറിയണമല്ലോ. അപ്പം അവന്റെ അനുഭവങ്ങൾ. ഈ ഒരു ഐഡിയ അഭിജിത്ത് തന്നെയാണോ ഫസ്റ്റ് പറയുന്നത്? ഇല്ലല്ല, അത് അല്ലല്ല, ഈ ഐഡിയ അല്ല പറഞ്ഞത്, അവൻ എഴുതിയത് മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെ വരണം എന്നുള്ളതിനെ കുറിച്ചൊന്നും അവൻ ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം ഇത് ഐഡിയ എന്ന് ഉദ്ദേശിച്ചത് ഈ വരികൾ, ഈ മ്യൂസിക് വീഡിയോ ആക്കണം എന്നുള്ളത്. അല്ല, അതെല്ലാം അഭിജിത്തിന്റെ തന്നെയായിരുന്നു. അവന് അങ്ങനെ ഒരു ഇങ്ങനെ ഇതൊരു വീഡിയോ ആവണമെന്നും ഇതൊരു ആദ്യമേ വീഡിയോ ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് സോങ് ചെയ്യണമെന്നായിരുന്നു. അല്ലേ, സോങ് ചെയ്യണമെന്നായിരുന്നു ആദ്യം അവൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറായ ലിയോ ജോസഫ് സാറ്, ലിയോ ജോസഫ് നമ്മുടെ മൈൽ സ്റ്റുഡിയോയുടെ ലിയോ ജോസഫാണ്. അതെ അതെ, പുള്ളി നമ്മുടെ ഭയങ്കര സപ്പോർട്ടറാണ്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ എന്തൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും, നമുക്കൊരു ഫ്രീ റിലീഫ് ആവും, അല്ലെങ്കിൽ നമുക്കൊരു എല്ലാവർക്കും ഒരു ബാക്കപ്പ്, നമ്മുടെ ബാറ്ററി ഡെഡ് ആകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ അപ്പോൾ ചാർജപ്പ് പുള്ളിക്കും വേണം, അതൊരു സപ്പോർട്ട് വേണം എന്നൊക്കെ സാധനത്തിൽ. ഇപ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കര ശരിക്കും പുള്ളിയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ. അതാണ് ഇത് നടന്നത്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. അപ്പൊ അങ്ങനെ ഒന്ന് പുള്ളി ഒരു ദിവസം എന്റെ ക്യാബിൻ വിളിച്ചു, നമുക്ക് അഭിജിത്ത് ഒരു സാധനം ചെയ്തിട്ടുണ്ട്, നമുക്കതൊരു വീഡിയോ ആക്കണം, എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് സാധാരണ രീതി ചെയ്യാനാണെങ്കിൽ പാടാണല്ലോ, ഞാനൊരു കൺസെപ്റ്റ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം, ആ കൺസെപ്റ്റിലോട്ട് ഈ സാധനത്തിനെ കൊണ്ടുവരാമെന്ന്. പിന്നെ അപ്പോൾ ഇത് നമ്മുടെ ടീമുണ്ട്, നമ്മുടെ DOP സെക്ഷൻ, നമ്മൾ ഒരു ടീമുണ്ട്, നമ്മൾ താഴെ ഇരിക്കുന്ന ഒരു കുറേ ഏരിയകളിൽ പോയി. അപ്പോൾ അവരെല്ലാവരും നമ്മളിങ്ങനെ ചർച്ചകൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓരോ ലീഡ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതിന് ഇവനുമായിട്ടൊന്ന് സംസാരിച്ച് ഇവൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്ന് ജനങ്ങളോട്ട് അറിയിക്കാം. അതായത് ഇവൻ പാടുന്നതെല്ലാം നീ എന്ന് പറയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്, പ്രതികരിക്കാതെ നിൽക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് മനസ്സിലായി. ഇപ്പം ഇവൻ പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ടു, അതായത് ഇവൻ പറഞ്ഞില്ലേ ബസ്സിൽ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ഫ്രണ്ടിലുണ്ടായി. അപ്പോൾ അവിടെ പ്രതികരിച്ചിട്ടില്ലല്ലോ, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു. അവിടെ പ്രതികരിക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അവിടെ പ്രതികരിച്ചില്ല? അപ്പൊ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരാളെയാണ് ഇവൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആരാണ്? ഒന്നും പ്രതികരിക്കാതെ കിടക്കുന്ന മരിച്ച ശവം, അത് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഒരിക്കലും പ്രതികരിക്കാത്ത, എത്ര ഉപദ്രവിച്ചാലും ഒന്നും ചെയ്യാതെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തപ്പോഴത്തേക്ക് അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രതിനിധീകരിക്കുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് മാറി. അപ്പോൾ അത് അവിടുന്ന് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമ്മളെ കൂടെ എല്ലാവരും സംസാരിച്ചു, അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവനെ ഒരു സപ്പോർട്ടീവായിട്ട് ഒരു പുതുമ വീണ്ടും അതിനകത്ത് കൊണ്ടുവരണം. ഈ ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ടതിന്റെ ലിറിക്സിന് ഉള്ള ജസ്റ്റിഫിക്കേഷനും കറക്റ്റ് കിട്ടി, കോൺസെപ്റ്റും കൂടെ, രണ്ടുപേരും ഹാപ്പി. അപ്പോ ഈ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് മരിച്ചുപോയവനെ പ്രതികരിച്ചു കൊണ്ടുപോകാൻ ഒരാൾ വേണമല്ലോ, മനസ്സിലായോ? അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറിനെ കൂടെ കൊണ്ടുവന്നൂടാ. അപ്പൊ അത് നമ്മുടെ ടീമുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കും സജഷൻ വന്നു. അപ്പോൾ ആ സജഷൻ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ അവരുടേതായിട്ടുള്ള കുറെ ഔട്ട്പുട്ട് എനിക്ക് തന്നു. അവരും ഇതുപോലെ കുറെ കലാകാരന്മാരാണ്. അപ്പൊ അവർക്കും സുല്ലേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. ഞാനൊരു സെഷൻ കൊടുത്തപ്പോൾ അവരൊരു 100 സെഷൻ എനിക്ക് തന്നു. അപ്പോൾ 8 സെഷനൊക്കെ ഡൗൺ പോയി. അപ്പോൾ അവരത് ബെസ്റ്റ് ആയെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു.
അപ്പോൾ ഞാൻ അക്സെപ്റ്റ് തീരുമാനിച്ചു. സൂര്യപ്രഭനെ സംബന്ധിച്ച് സൂര്യപ്രഭന്റെ ഫസ്റ്റ് ഡയറക്ടർ ഡെബ്യൂ ആണോ? അതെ അതെ, ഞാനിതൊരു ഫസ്റ്റ് സാധനം ആണത്. പാഷൻ എന്നുള്ളത് ആക്ടിംഗ് ആണ് അല്ലേ? അതെ അതെ, ആക്ടിംഗ് ആണ് എന്റെ ഏറ്റവും ഇത്. പിന്നെ എങ്ങനെയാണ് ഈ സൗണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ്. അത് പണ്ട് കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ലൊക്കേഷൻ തോടും പോകുമായിരുന്നു. പക്ഷേ അതെ, ചാൻസ് നേടുകയും ലൊക്കേഷനിൽ പോകലും ഒക്കെ തന്നെയായിരുന്നു പരിപാടി. പക്ഷെ കണ്ടെത്തി പരിചയപ്പെട്ട് സിൽവറ്റ് എത്തിയത് ഒരു സൗണ്ട് എഞ്ചിനീയറിലോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, ആ പോയിന്റിൽ നിന്ന് കയറാം, ആ പോയിന്റിൽ കൂടെ കയറാൻ. ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഫീൽ ഉണ്ടോ? പഠിച്ചതെന്തോ പഠിപ്പിക്കുന്നതെന്തോ അതായത് ആഗ്രഹിച്ചത് നടനും സംവിധായകനും. പക്ഷെ എത്തിപ്പെടും എന്നുള്ളതാണ് സമയം, ടൈം. തീർച്ചയായും അത് ഡിസ്റ്റന്റ് ആണെങ്കിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അതിലൂടെ പിടിച്ച് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷേ പിന്നെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തത് ഒരു ടെക്നിക്കൽ ഫീൽഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ത്വര തോന്നി. അങ്ങനെ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നെ ഈ പ്രോപ്പറായിട്ട് ഇത് ഫീൽഡിൽ നിന്നുകൊണ്ട് ചേരാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നപ്പോൾ പിന്നെ ബിസിയായി, തിരക്കായി, കാര്യങ്ങളായി. നമ്മുടെ ഒരു പ്രൊഫഷൻ അതായി മാറിക്കഴിഞ്ഞു. ഇതൊരു പാഷൻ, അതൊരു പ്രൊഫഷൻ. പക്ഷെ ഒരു നിമിത്തം പോലെ ഒരു സംഭവം. അതെ അതെ, ഇതൊരു നല്ല തുടക്കമാണ്. അതെ അതെ, നീ എന്നൊരു ആൽബം നമുക്ക് കാണാം അല്ലേ? ഓ തീർച്ചയായും. ടോണി ബ്രോ, या राजाल अर्जो गिस्मानी शुभ गुलक അറടി മണ്ണിൽ ഒതുങ്ങുന്ന മനുഷ്യ നീ, പലതും മനസ്സിൽ കൊണ്ട് നടക്കുന്നതും നീ, പിറന്ന മണ്ണിനെ പോലും മറക്കുന്നതും നീ, എന്തിനോ ആർക്കോ വേണ്ടി ജീവിക്കുന്നതും നീ, ഭൂലോകം മുഴുവൻ തെണ്ടി നടക്കും നീ, കാശിന്റെ പേരിൽ ശത്രുത കാട്ടും നീ, എന്തു കിട്ടിയാലും മതി വരാത്ത നീ, ഒരിക്കലും നന്നാവില്ല ഹേ മനുഷ്യ നീ, ഒരിക്കലും നന്നാവില്ല ഹേ മനുഷ്യ നീ, മരണമില്ല പേടിയോടെ ജീവിക്കുന്നതും നീ, മനസ്സിനുള്ളിലുള്ള വേദനകൾ അകറ്റും നീ, മറുപടിയായി പലതും കാണിക്കുന്നതും നീ, കെട്ടിയ പെണ്ണിനെ സ്വത്തിന്റെ പേരിൽ കൊല്ലുന്നതും, അന്ധവിശ്വാസം പുറകെ പാടി നടക്കുന്നതും, ഫുഡെടുത്ത പേരിൽ പട്ടമിട്ട് കെട്ടി തല്ലിക്കൊന്നു, നിന്റെ ജീവൻ രക്ഷിക്കാൻ വന്നവളെ കുത്തിക്കൊന്നു, എന്തിനിത്രത്തോളം നീ പറയിപ്പിക്കുന്നതെന്തിനെ? നീ അറിയാതെ നിന്റെ മനസ്സിൽ കുടിയിരിക്കും വൃത്തികെട്ട ചിന്തകളെല്ലാം ഒരു നാൾ നീ പുറത്തെടുക്കും, അതറിയാം. പേടിയില്ല ചാവറായി ചത്തു ചെഞ്ഞു കിടക്കുന്നു, മരണമില്ല പേടിയോടെ ജീവിക്കും, സ്വന്തം കാര്യം സിന്ദാബാന്ന് പറഞ്ഞു നടക്കുന്നതും, സ്വന്തം കാലിന്റെ അടി നോക്കാതെ ജീവിച്ച് തീർക്കും നീ, പടച്ചോന് പോലും പൊറുക്കാത്ത കാര്യങ്ങൾ ചെയ്യും, പടച്ചവനെ പോലും പടപ്പാക്കും, പടച്ചവന്റെ പടച്ചോറൊക്കെ താക്കും, പിന്നെ പടച്ചോനെ കാത്തു കൊള്ളണമെന്ന് വിളിയും, പടച്ചും നെഞ്ചിലൊരു നീക്ക്, നീ അറിയാതിങ്ങോട്ടൊന്ന് നോക്ക്, കാലം കുറയായില്ല നീ പണി തുടങ്ങിയിട്ട്, മതപിത ഗുരുദൈവം എന്നൊരു ചൊല്ല്, കേരളം പ്രാന്താലയമാണ് എന്നൊരു വാക്ക്, പണ്ടെങ്ങാണ്ടര പറഞ്ഞ വാക്കൊന്ന് നോക്ക്. اسمي أبيض حبيبي كيف الحال؟ هذه يا بالحبيبي ما رأيت دبي، هذه يا باللونية مكسرة بحنيقة، هذه جسد شهر طبيعي، واحد اثنين ثلاثة أربعة خمسة ستة سبعة مية مية أنا جديد السلام عليكم. നീ ഒരു മനിതനായി പുറക്കിറവള സൊല്ലാമത്തെറിയാമ നീ സെഞ്ചിട്ടും, ഏയ് കിളി കുത്തുകളെല്ലാം ഞാപ്പക്കം മിറിക്കട്ടും, മനിത ഉൻ പിറപ്പ് ഇറപ്പ് ഉള്ളഴപ്പുകൾ നീ ഒരു നാൾ കേൾപ്പാർ, പല നാട്ടിൽ പോയി പല 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 പണിയും, പല മേഖലയിൽ പല പല പട്ടിപ്പണിയും, എന്തു പറയാൻ കഷ്ടപ്പെടാൻ മാത്രമായിരുന്നു, ഈ ഭൂമി കറങ്ങുന്നൊരുണ്ടയാണെന്നറിയാം, ആ ഉണ്ടയിൽ കയറി എന്ത് ചെയ്യുമെന്നും അറിയാം, ബസ്സിൽ ചാക്കി വെക്കാൻ മടിയില്ലാതെ കാണിക്കുന്നതും, തൊട്ടുരുമിരിക്കാൻ സുഖം തേടി നടക്കുന്നതും, രണ്ടെണ്ണം കിട്ടിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഏ മനുഷ്യ നീ അതോർക്കുന്നേ, പറയുന്നതൊന്ന് കാണിക്കുന്നതും നീ മറ്റൊന്ന്, ലിംഗഭേദം എന്നെ കാട്ടിക്കൂട്ടും നിന്റെ കോപ്രായം, നോക്കി നിൽക്കുന്നതാണെങ്കിലോ നിന്റെ ജനത. നിന്റെ മനസ്സിനകത്തുള്ള കാര്യം നീ പറയാതറിയാതെ കൂട്ടിവെച്ചു കാത്തിരുന്നു, വട്ടം വിട്ടിരയെ തേടി പറക്കും പരുന്തായി നീ, ജീവനോടെ തിന്നാനായി കൊതിയൂർന്നിരിക്കില്ലേ?
ഇതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ ഒരു വേറെ ലെവലായിരുന്നു. എഡിറ്റിംഗ് കളർ ഗ്രേഡിംഗ് ആരാണ് ചെയ്തത് ഇതിന്റെ? ഇത് നമുക്ക് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ലൂലിയനായിരുന്നു ഇതിന്റെ ഗ്രേഡിങ്. പിന്നെ എഡിറ്റർ അതുൽ, നമ്മുടെ ഒരു അവൻ ഈ സമയത്ത് പുതിയതായിട്ട് വന്നതായിരുന്നു ഞങ്ങളുടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ സിനിമയൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് വന്ന സമയത്തായിരുന്നു നമ്മുടെ ഈ ആൽബത്തിന്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഇവനോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവനും കുറച്ചുകൂടെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ബ്രോ ഞാനും നിൽക്കാം എന്നുള്ളൊരു സാധനം വന്നു. അപ്പം ഞാൻ വിളിച്ച ഒരു കാര്യം നീ പോവാ, എന്നിട്ട് നമ്മൾ കുറെ സ്പോട്ട് പിടിച്ചു. ചില സാധനങ്ങളൊക്കെ ലൊക്കേഷന്റെ കാര്യം ചോദിക്കാനായിട്ട് ഞാൻ വരുമായിരുന്നു. എങ്ങനെ കിട്ടി? എല്ലാ ലൊക്കേഷനും അടിപൊളി. ഐ മീൻ ദാറ്റ് വിഷ്വൽ ട്രീറ്റ് നമുക്കിത് ചെയ്തേക്കുന്നത് ഒന്നും ഇതിന്റെ ആർട്ടും നമ്മൾ ചെയ്യുന്നത് അരുൺ രമണനായിരുന്നു. അതെ അതെ. കാര്യം ഷാൽവിന്, പിന്നെ സഞ്ജീവ്, പാച്ചു, അതായത് പ്രശാന്ത്, ഇവരൊക്കെ ആയിരുന്നു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അരുൺ രമണനായിരുന്നു ഇതിന്റെ ആർട്ട് ചെയ്തിരുന്നത്. അപ്പം ഇത് ആദ്യമേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കൺസെപ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞ് ഇവനെ വെച്ചിട്ട് ഞാൻ ആദ്യം ഇതിന്റെ 2 ലിറിക്സ് നമ്മൾ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഒന്നും നടക്കാൻ പോണില്ല എന്ന്. കാര്യം എന്ന് വെച്ചാല് ബാക്ക്ഗ്രൗണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് കോരി തരിച്ചിട്ട് ഞങ്ങൾ സെറ്റായി എന്ന് പറയാൻ വരുന്നത് ആ എക്സ്പ്രഷൻ ഇല്ലല്ല. കാര്യം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ തിങ്ക് ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡാർക്ക് സീനിൻ്റെ അകത്ത് ഒരു പുകയിൽ ഒരാളിങ്ങനെ വരുന്നതായിട്ട് കാണുന്ന ജനങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്നു. ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഡാർക്കായി പോയി. എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു സാധനത്തിലോട്ടല്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നേരെ എൻ്റെ ബോസിനെ പറഞ്ഞില്ലയോ ഒരിക്കലും എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര കാര്യം ഇങ്ങനൊരു സാധനത്തിന് അല്ല എനിക്ക്, എൻ്റെ വിഷ്വൽ ഇങ്ങനെ അല്ല, വിഷ്വൽ എനിക്ക് കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ എന്താണ് സുല്യ കാര്യം? ഞാൻ പറഞ്ഞു എനിക്ക് വിഷ്വൽ കുറേ സാധനം കൊണ്ടുവരണം, ഈ കൺസെപ്റ്റിനോട് യോജിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണമെന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ മുന്നിൽ പറഞ്ഞു എടാ എന്താണ് നീ വേണ്ടത് കാര്യങ്ങൾ പറ. അപ്പം ഞാൻ പറഞ്ഞു സീൻ ബൈ സീൻ പറഞ്ഞു. ഒരു സീൻ ഇങ്ങനെ, ഇതിന് ഒരു 4-5 സീനുണ്ട്. ഈ സീൻ ബൈ സീനിലായിട്ട് എനിക്ക് കുറേ പ്രോപ്പർട്ടീസ് വേണം. ഇൻഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പ്രോപ്സ് വേണം. ആ പ്രോപ്സ് അതെ ഔട്ട്ഡോറിന് കുറച്ച് സാധനം വേണം, എന്നാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. ആ വർക്കൗട്ട് വന്നപ്പോൾ പുള്ളി വിചാരിച്ച് അതെ ഞാനിതിന് ഷൂട്ട് ചെയ്ത് 2 മിനിറ്റ് സാധനം കാണിച്ചു. പുള്ളി അപ്പോഴേ പറഞ്ഞു യു ആർ റൈറ്റ്, നീ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഒന്നുമില്ല. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സ്ക്രാച്ച് എന്ന് പറയില്ലേ, അവിടെ നിന്നാണ് തുടങ്ങിയത്. അവിടെ നിൽക്കട്ടെ. ഞാൻ കാത്തിരിക്കുന്നു. എന്റെ അവസരം സൂപ്പർ സ്റ്റാർ ആണ് ഇവിടെ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഹൈദറിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു പറയാം. ഇത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് വിചാരിച്ചു ഒരു സപ്പോർട്ടിങ് വേണം. അതായത് ഈവൻ ഫ്രഷ് ആണ്. അപ്പോൾ ഒരു ഡാൻസ് കൊറിയോഗ്രാഫിയുടെ ബാക്ക് ബോൺ കൂടെ നമുക്ക് വേണമെന്ന് എനിക്ക് തിങ്ക് ചെയ്തു. കുറച്ച് കൊറിയോഗ്രാഫി, ഒരു സാധനം, കുറച്ച് ഡാർക്ക് സ്റ്റോറി പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് സാധനം കൂടെ വേണമെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാവരും അറിയുന്ന ഒരു കൊറിയോഗ്രാഫറാണ്, ഡാൻസറാണ്. ഇന്നാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ മ്യൂച്വൽ ഫ്രണ്ട്സ് കുറെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ എന്താ കണ്ടുമുട്ടിയത് മ്യൂച്വൽ ഫ്രണ്ട്സ് നീനോട്. താങ്ക് യു. ഹൈദറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നീ എന്ന ആൽബത്തിന്റെ? ഇത് സംഭവം എന്ന് വെച്ചാൽ പിന്നെ എന്റെ ഇതിലേക്ക് എത്തിപ്പെടുന്ന വെച്ചാൽ എന്റെ ഫ്രണ്ട് അനൂപ് ഉണ്ട്. അപ്പൊ അവനാണ് അവന്റെ ഒരു കെയർ ഓഫിലാണ് ഇങ്ങോട്ട് ഇതിലേക്ക് ഇപ്പൊ നാട്ടിലുള്ളത്. അതല്ല പിന്നെ ബി യൂണീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പായിട്ട് സ്റ്റുഡിയോ തന്നെ, ഡാൻസ് സ്കൂൾ ആൻഡ് സ്റ്റുഡിയോ ആണോ? സ്റ്റുഡിയോ അല്ല, നമ്മുടെ കൊറിയോഗ്രാഫി ട്രൂപ്പ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അവന് എന്നോട് പറഞ്ഞ എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ നമുക്ക് ചെയ്താൽ. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ അങ്ങനെ നമ്മളൊരു 2-3 ടൈംസ് അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മീറ്റിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം അവർ ഇത് പറഞ്ഞു തന്ന് ഓക്കെ, അവർ സ്കെച്ചെല്ലാം വരച്ച് ഇങ്ങനെ ആക്കി ഇതാക്കി ഇങ്ങനെ ചെയ്ത് സംഭവം ഞാൻ പറഞ്ഞു ഓക്കെ അത് നിനക്ക് ഒന്ന് എന്താ പറയുക ആ സോങ്ങെല്ലാം കേട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞു. സോങ് കേട്ടിട്ട് ഇത് ഒരു പിടുത്തം കിട്ടില്ല. ഇത് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യുന്ന പോകുന്നുണ്ട്. എവിടെ സ്റ്റെപ്പ് ഇടും ഞാൻ, കാരണം ഇത് ടക്ക് ടക്ക് എന്നിട്ട് പോകുന്നതല്ലേ. അപ്പൊ പിന്നെ സെക്കൻഡ് ടൈമിൽ പോയി. അപ്പൊ പോകുമ്പോൾ തന്നെ കുറെ ഇങ്ങനെ കേട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കേട്ട് കേട്ട് എന്താ ഇതിൽ കൊണ്ടുവരുന്നത്. പിന്നെ സെക്കൻഡ് ടൈമിൽ വന്നേരം അപ്പോഴാ കുറച്ച് ഒന്ന് മനസ്സിലായത്. അങ്ങനെ ഇരുന്നിട്ട് പാട്ട് വെച്ചിട്ട് ആ ഒന്നല്ലേ സ്കെച്ച് അവരൊരു സംഭവം ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതേപോലെ അങ്ങനെ സംഭവം കിട്ടിയത്. ഞാനൊരു സ്റ്റോറി പറഞ്ഞു കൊടുത്ത്, പക്ഷെ പുള്ളിക്കാരൻ സ്റ്റോറി കണ്ടിട്ട് ഇതൊന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടാ ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്ത് പറയും
എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് അതുവരെ ഭയങ്കര പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അല്ല എല്ലാരും തമ്മിൽ കണക്ട് ആയി. ആളുടെ ലിറിക്സ്, ആളുടെ ഐഡിയ, എന്റെ ഡാൻസ് എല്ലാം കൂടെ ഇത് ചില സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സെറ്റിൽ പോയി നിന്ന് അപ്പം പറയും നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഡാൻസ് ചെയ്ത് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അനൂപ്, ഹിതേഷ്, മോനു, സുദേവ്, അവരെല്ലാം. അപ്പോൾ പറഞ്ഞു എന്താ പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ അവർ പ്ലേ ചെയ്ത് അപ്പോൾ ജസ്റ്റ് ടക്ക് 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 ആക്കി അപ്പോൾ ചോദിക്കും ഓക്കെ ആണോ, അത് ഓക്കെ ആണോ, ഒരു ഇതിൽ അങ്ങ് ചെയ്തതാ. കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള സാധനം ഓക്കെ ഒന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ മാറ്റി ടക്ക് 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 ഇതൊക്കെയാണ്. ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് ഫാൻ ബേസ് ഉള്ള ആൾക്കാർ എനിക്കറിയാം. ഹൈദറിനെ കുറിച്ച് കൂടുതൽ പ്രേക്ഷകർക്ക് അറിയണം തോന്നി. എത്ര കാലമായി ഇവിടെ? ഞാൻ ഇവിടെ ഇപ്പോ ഒരു 10 വർഷം കൊറിയോ ഫീൽഡ്. ഇതിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് ഇങ്ങനെ അതാ നല്ലത്. ആരും കീഴിലും ഒന്നും ചോദിക്കേണ്ട. നാട്ടില് പരിപാടി നാട്ടില് ഞങ്ങള് സ്വന്തമായിട്ടുള്ള ടീമുണ്ട്. ഞാൻ പഠിച്ചത് പിന്നെ മാഡ് മാക്സ് പറഞ്ഞിട്ട് എൻ്റെ സാറ് സാദിഖ് സാർ. ഇപ്പൊ നമ്മൾ അവിടെ തന്നെ നാട്ടിൽ തന്നെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓൾഡ് അത് അവർ പൊളിച്ചു മാറ്റുന്നതുകൊണ്ട് പുതിയതിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് പഠിച്ചു വന്നത്. പിന്നെ ഇവിടത്തേക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ ബ്രോ ഉണ്ട്, ഷാനവാസ് എന്ന് പറഞ്ഞിട്ട്, ഒരു D4 ഡാൻസിൽ ഇവിടെ അവിടെ ട്രൂപ്പിലുണ്ടായിരുന്നു. അനീഷ് ഖാന്റെ ഗ്രൂപ്പ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വേണ്ടിയിട്ട് ഡാൻസിന്റെ ഇതുണ്ട് ചെയ്യുന്നു വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് 6 മന്ത് നിന്ന് ഗ്ലോബൽ വില്ലേജിൽ ഇപ്പോഴും പെർഫോം ചെയ്യുന്നു. ഗ്ലോബൽ വില്ലേജ് കണ്ടിന്യൂ ചെയ്യുന്നു. ഗ്ലോബൽ വില്ലേജ് പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? ഒന്ന് നോക്കാം. സെറ്റാണോ ബ്രോ? അപ്പോൾ ഇപ്പൊ ചെയ്യുന്നത് ജസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കറാമയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. കുമാർ സാറാണ് നമ്മുടെ സാറായിട്ടുള്ളത്. ഇപ്പം മൂപ്പർ ഇപ്പോൾ ധർമ്മേഷിന്റെ ഒരു ഫിലിമിന്റെ ഇതിന് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫിക്ക് വേണ്ടി ഇപ്പൊ നാട്ടിൽ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു നീ എന്ന് പറഞ്ഞ ആൽബം ആദ്യം നമുക്ക് ഗ്ലോബൽ വില്ലേജ് പെർഫോമൻസ് റെഡി ചെയ്യുന്നുണ്ട്. दुश्मन की हमने हिफाजत की है, करते हैं हजारों, है तजुर्बा हमें यारों, ऐसी है बात लूं मुझ पे झूमे जो पठान मेरी जान महफिल ही रुक जाए, दे दे जो जुबान मेरी जान उस पे मन मिट जाए. ഈ നീ എന്ന് പറഞ്ഞ ആൽബം തന്നെ എടുത്താലേ പല ലേയേഴ്സ് ആയിട്ടാണ് ഇതിന്റെ വർക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്യാൻ ഇങ്ങനെയായിരുന്നു? വളരെ സിമ്പിൾ ആയിരുന്നോ അതോ പല രീതിയിലും പല കുറെ ക്രൗഡ് ക്രൂ ഉണ്ട്? ട്രാൻസിഷൻസ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ അത് കറക്റ്റാണ്. ഡയറക്ടർ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. മൂപ്പർ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. മീൻസ് നമുക്ക് ഇങ്ങനത്തെ സാധനം വേണ്ടേ. ഈ ഒരു ഷോട്ട് ഇപ്പം എന്താ പറയുക മിസ്സായി ഒരു സ്റ്റെപ്പ് മിസ്സായാലോ അല്ലെങ്കിൽ ഇപ്പം കളിക്കുന്നവരുടെ ആരും തെറ്റി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലൈറ്റിംഗ് ഇതായാലോ ദേഷ്യപ്പെടില്ല ബ്രോ. അത് മറ്റേ ഒന്നുകൂടി ചെയ്യും. ആ ശാന്തമായി സംഭവം വെച്ചാൽ മൂപ്പർ മനസ്സിൽ വിചാരിച്ച സാധനം കിട്ടണം. അത് വേറെ കളിക്കും. അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു പെർഫെക്ഷൻ സംഭവം കിട്ടിയത്. പ്രഭുദേവയുടെ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ല ഞാൻ പറയാം, പ്രഭുദേവി മണിരത്നത്തിന്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ കൊറിയോഗ്രാഫറും ഡയറക്ടറും തമ്മിൽ കട്ടലമ്പായിരിക്കും. പക്ഷെ ഔട്ട് വന്നത് ഗംഭീര ലെവലായിരിക്കും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോ സ്മൂത്ത് ആയിരുന്നോ കാര്യങ്ങൾ? തർക്കങ്ങളൊന്നുമില്ല. ഇതിലിപ്പോ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്താ പറയാ ഒരുപാട് ടീമിൽ പോയി കളിച്ചിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു ടീം ഇവരെല്ലാരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. സംബന്ധിച്ചത് എല്ലാവരും സ്വന്തം ആ ഒരു ഇതുപോലെയാണ് ഉണ്ടായത്. ഇപ്പോ ക്യാമറമാൻ ആയിക്കഴിഞ്ഞാലും മറ്റേ ഇതായിക്കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും
എല്ലാരും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഹെഡ്സ് ഓഫ് അല്ലേ? പറയാണെങ്കിൽ കുറിച്ച് പറയണോ? ഞാൻ ഈ ടീമിനെ വിളിക്കുമ്പോ, നിങ്ങളെ വിളിക്കുമ്പോ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ഷോർട്ട് ഫിലിംസ് ആൽബങ്ങളായിട്ട് എടുക്കണം എന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന ഒരുപാട് പേരും കൂടി ഉണ്ട് ഈ ഒരു പ്രവാസി ലോകത്ത് തന്നെ ഉണ്ട്. അവർക്കും കൂടി ഒരു പാഠപുസ്തകം ആക്കണം ഈ എപ്പിസോഡ് എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ആക്ച്വലി നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ടീം സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവം പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം എത്ര നാളെടുത്തു? പ്രീ പ്രൊഡക്ഷൻ ശരിക്ക് നമുക്ക് നമ്മുടെ ഫ്രീ ആയിട്ടിരിക്കുന്നത്, അതായത് നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രൊഫഷൻ ജോബൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ചിലപ്പോൾ നമ്മളൊരു വീക്കിലി ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അത് കുറച്ച് നേരമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരിക്കും, ചർച്ച ചെയ്യും. പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് അയക്കും. നമ്മുടെ കോസ്റ്റ്യൂം, നമുക്ക് ഈ സീനിൽ നമുക്ക് ഇങ്ങനെ കോസ്റ്റ്യൂം ആയാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും പറയും, എടാ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സക്സസ് ആക്കും, അത് അവിടെ വിൽക്കും. പിന്നെ നമുക്ക് ഓരോ സീൻ ബൈ സീനായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. എപ്പോഴും ചർച്ചകൾ വാട്സപ്പിലൂടെ നമ്മൾ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്നിലോ ഇരുന്നൊരു ത്രെഡ് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇത് വേണോ എന്ന് പറയാം. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ആ സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ നിങ്ങളൊന്ന് പറയാൻ പറയും. അപ്പോൾ അവർ ഓപ്ഷൻ വരും. അപ്പം എനിക്കത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. കാര്യം അവരുടെ ഔട്ട്പുട്ട് എത്ര ബെസ്റ്റ് അവർക്ക് തരാൻ പറ്റുന്നു. കാര്യം അവർക്കും ഇതിലൂടെ ഭയങ്കര ഇൻവോൾവ് ആണ്, മനസ്സിലായോ? ഇപ്പം ഞാൻ കൊടുക്കുന്ന കൺസെപ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തതിനെക്കാട്ടി എത്രയോ ഭേദം അവരുടേതായിട്ടുള്ള ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആണെന്ന് തോന്നി ഞാൻ അതാണ് എടുക്കുന്നത്. എല്ലാവരുടെയും ഹാപ്പിനെസ് പ്രോജക്റ്റ്. പല ഇപ്പം ഹൈദറിൻ്റെ അടുക്കാണെങ്കിൽ ഞാൻ ചില സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഹൈദർ എനിക്ക് സാധനം തരും. അപ്പം ഞാൻ പറയും, ഹൈദർ ഇത് മാറ്റി പിടിക്കാവോ? അപ്പോൾ ഹൈദർ എനിക്ക് ഇങ്ങനൊരു സാധനം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് പിടിച്ചോ, അത് ഓക്കെ. അപ്പോൾ അത് എനിക്ക് ഓക്കെയാണ്. ഇപ്പോൾ DOP സെക്ഷൻ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടി സെൻസ് ഉള്ള ടീമുകളാണ് അവർ. അപ്പോൾ അവർ ഓരോ സാധനം തരും. അപ്പം ഞാൻ പറയണ്ട, എനിക്ക് ഈ സ്റ്റോറി, എനിക്ക് ഈ ഷോട്ട് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു 4 തരും. ഞാൻ അപ്രതീക്ഷ. അപ്പം അതിൻ്റെ അത് എനിക്ക് ബെസ്റ്റാണെന്ന് തോന്നി ഞാനത് എടുക്കും. അപ്പം എൻ്റെ ഒരു ഷോട്ട് ചിലപ്പോൾ ചിലപ്പോൾ ചേട്ടാ നമുക്ക് അത് ഇങ്ങനെ വെച്ചാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ വേണ്ട, നിങ്ങൾ ഏതാണ് ഓപ്ഷൻ തരുന്നത്? അപ്പോൾ എനിക്കത് ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തോന്നുന്നതൊക്കെ ഞാൻ സെലക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ടീം ബ്യൂട്ടി. അതെ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെക്കാട്ടി നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഫ്രീഡം കൊടുത്താൽ അവരുടെ ഔട്ട്പുട്ട് ബെസ്റ്റ് ആയിരിക്കും എന്ന് ആണ് ആദ്യം ഞാൻ മനസ്സിലാക്കി. ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ ആ സ്പേസ് ഞാൻ അവർക്ക് കൊടുത്തു. അതെ, അത് ടീം വർക്കിൽ വർക്കായി എന്നുള്ളതാണ്. ഈ ഒരു നമ്മളുള്ള ഡയറക്ടർ ആയാലും ഒരു നടനായാലും ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ഇതിനൊക്കെ എത്തിപ്പെടാൻ വളരെയധികം മോൾഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സഹായിക്കുന്നു കേട്ടിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിട്ടുണ്ടോ? അഭിനയം അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞ സംഭവം? ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ടിങ്ങും ഈ പറഞ്ഞ ഡയറക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എവിടെ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം? അതായത് ശരിക്കും എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇടവ കാപ്പിലാണ്. അതായത് ഒരു തീരദേശ ഏരിയയാണ്. അതെ, കാപ്പിൽ ദേശം. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ടെമ്പിൾ ആർട്സ് എന്ന് പറഞ്ഞ ഒരു അമച്ച നാടകവേദിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ എവിടെ ഉള്ള എല്ലാവർക്കും ഒരു സപ്പോർട്ടീവായിരുന്നു ഈ ക്ലബ്ബ്, കാപ്പിൽ ടെമ്പിൾ ആർട്സ് എന്നായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു എന്താണ് എല്ലാത്തിനും സപ്പോർട്ട് തരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഡ്രാമ കാര്യങ്ങളൊക്കെ ഇവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ശരിക്കും ഞാനൊക്കെ അവിടെ നിന്നാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ടെമ്പിൾ ആർട്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, സതീഷ് സാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സതീഷ് സാറുണ്ടായിരുന്നു. സാർ ഇപ്പോൾ ഇല്ല. സാറായിരുന്നു നമ്മുടെ സാരഥി. ശരിക്കും പല നാടകങ്ങൾ, നമ്മൾ കാവാലം നാരായണ പണിക്കർ നാടകങ്ങളൊക്കെ ഫുള്ള് തരുന്നത് ഇവര് കേരള ഇവര് ഭയങ്കര ടീമായിരുന്നു. അപ്പൊ ഇവരാണ് നമ്മുടെ സീനിയേഴ്സ്. ഇഷ്ടംപോലെ നമ്മൾ പശുഗായത്രി, സാക്ഷി, മുറജപത്തിന് പോകുന്ന 2 സഞ്ചാരികൾ, അങ്ങനെ കുറെ നാടകങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കേരളോത്സവത്തിലൊക്കെ വിന്നേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ അടുത്താണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ഇവരുടെ തന്ന പ്രചോദനമാണ് നമ്മൾ സ്കൂളുകളിലും. കാവാലത്തിന്റെ നാടകമാണ് ലാലേട്ടൻ സംസ്കൃത രൂപത്തിൽ. പക്ഷെ അത് എന്നെ ഇതിൽ ഭയങ്കരമായിട്ട് ആ ഒരു സോഴ്സ് ഒക്കെ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ തെരുവ് നാടകങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ റാപ്പിലൂടെ മാറിക്കഴിഞ്ഞു. ശരിക്കും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയത്, കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പറയും, ഇതിന്റെ മേക്കപ്പ് തന്നെ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇതിന് ചില സാധനങ്ങളൊക്കെ അതിലൂടെ കടന്നു. കാര്യം അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാം. അപ്പൊ ആ ക്ലബ്ബ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ഭയങ്കര താങ്ക്സ്ഫുൾ ആണ്. അഭിജിത്തിലേക്ക് വീണ്ടും വരാം അല്ലെ? നമുക്ക് ഈ ഒരു ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു ചൈൽഡ്ഹുഡിൽ കുറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മെമ്മറീസ്, ഇതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്കിങ്ങനെ ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ?
ഇല്ല ഇതിന്റെ ഫസ്റ്റ് സോങ് ആണ്. പെട്ടെന്നൊരു പെട്ടെന്ന് അതെ, മിന്നൽ ഞാനത് മുരളിക്ക് പറഞ്ഞത്. ഷോക്ക് കിട്ടിയ പോലെ അല്ല, ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുന്നേ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നല്ലേ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം. പക്ഷെ ഉള്ളില് പ്രതികരണം, അതായത് പ്രതികരിക്കണം എന്നുള്ള മനോഭാവം, പ്രതികരിക്കണം എന്നുള്ള ഒരു മനോഭാവം ആംഗ്രി യങ് മാൻ ഉണ്ടായത് ആ ഒരു- ഉണ്ടായത് ആ സ്പോട്ടിൽ ആ ഒരു തന്നെയാണ്. ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് ശേഷമാണ് തോന്നിയത്. ഉണ്ടായത്. അപ്പൊ നമുക്ക് ആ സോങ് ഒന്ന് കേട്ടാലോ? കരോക്കെ സെറ്റാണോ ടോണി ബ്രോ? കരോക്കെ ഒന്നും സംസാരിക്കാം. അപ്പൊ ഈ പാട്ടിലേക്ക് വരാം. കരോക്കെ അവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതുപോലെ അവരുടെ മേക്കപ്പും അടിപൊളിയാണ്. ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം അതുപോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പ്. അതായത് ഉള്ളിലൊരു നടൻ, ഇദ്ദേഹത്തിന് ഉള്ളിൽ നടൻ, അതായത് ആൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ മേക്കപ്പും അത് ചോദിക്കാണ്ട് അല്ല, ഇദ്ദേഹം തന്നെ അത് അഭിനയിച്ചാൽ നന്നായിരിക്കുന്ന എങ്ങനെ തോന്നിയത്? അതായത് നമ്മളല്ലേ ഒരു ഇവനാണ് എഴുതിയത്. ഇവൻ എന്തുകൊണ്ട് എഴുതിയെന്ന് വെച്ചാൽ അവന്റെ പവറുണ്ട്, അവന്റെ ആ ഒരു പവർ അവനത്. ഞാൻ പലത്തെ ഷോട്ടുകളും ഞാൻ പറയുമ്പോൾ ഇവ ഭയങ്കര ഡൗൺ ആയി പോകും. ഞാൻ പറയണ്ട, നീ എഴുതിയതല്ലേ, നിനക്ക് ആ പവറില്ലേ, ആ പവർ നീ അത് എക്സ്പ്രസ് ചെയ്ത് വരണം. അപ്പം 6 അടി മണ്ണിൽ ഒതുങ്ങുന്ന മനുഷ്യ നീ, അതൊന്നും 6 അടി മണ്ണിൽ ഒതുങ്ങുന്ന സാധനം വരണം. അത് ശരിക്കും ഇവൻ ഭയങ്കര ബാക്കിൽ, ഇവൻ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ അവനെ ട്രെയിൻ ചെയ്തിട്ട് ഞാൻ ഒരു രീതിയിൽ സപ്പോർട്ട്, ഞാൻ പറയടാ ഇതിങ്ങനെ വേണം, എന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന്റെ വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു ഞങ്ങൾ ഇവന് റിഹേഴ്സൽ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവന് തരാൻ പറ്റുന്ന ഇവന്റെ എക്സ്പ്രഷൻ ഏതാണ് ബെസ്റ്റ്, ഞാൻ പറയടാ ഇത് പിടിച്ചോ. അപ്പൊ ചിലപ്പോൾ ഒരു 6 ടേക്കിൽ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഇവന് കിട്ടുന്നത്. ആ എക്സ്പ്രഷനിൽ ഞാൻ പറയട്ടെ നമുക്ക് ആദ്യം പാട്ട് പിന്നെ വിശേഷം തീർച്ചയായും സെറ്റ്. യാ റജാൻ അർജു കിസ്മാനി ശുഭകുലക്. 6 അടി മണ്ണിലൊതുങ്ങുന്ന മനുഷ്യ നീ, പലതും മനസ്സിൽ കൊണ്ട് നടക്കുന്നതു നീ, പിറന്ന മണ്ണിനെ പോലും മറക്കുന്നതു നീ, എന്തിനോ ആർക്കോ വേണ്ടി ജീവിക്കുന്നതു നീ, ഭൂലോകം മുഴുവൻ തെണ്ടി നടക്കുന്നു, കാശിന്റെ പേരിൽ ശത്രുത കാട്ടുന്നു, എന്ത് കിട്ടിയാലും മതി വരാത്ത നീ, ഒരിക്കലും നന്നാവില്ല ഹേ മനുഷ്യ നീ, ഒരിക്കലും നന്നാവില്ല ഹേ മനുഷ്യ നീ, മരണമില്ല പേടിയോടെ ജീവിക്കുന്നതു നീ, മനസ്സിനുള്ളിലുള്ള വേദനകൾ അകറ്റു നീ, മറുപടിയായി പലതും കാണിക്കുന്നതു നീ, കെട്ടിയ പെണ്ണിനെ സ്വത്തിന്റെ പേരിൽ കൊല്ലുന്നതും, അന്ധവിശ്വാസം പുറകെ പാടി നടക്കുന്നതും, കുട്ടെടുത്ത പേരിൽ വട്ടമിട്ട് കെട്ടി തല്ലിക്കുന്നു, നിന്റെ ജീവൻ രക്ഷിക്കാൻ വന്നവാളെ കുത്തിക്കുന്നു, എന്തിനിത്രത്തോളം നീ പറയിപ്പിക്കുന്നത് എന്തിനെ, നീ അറിയാതെ നിന്റെ മനസ്സിൽ കുടിയിരിക്കും വൃത്തികെട്ട ചിന്തകളല്ല, ഒരു നാൾ നീ പുറത്തെടുക്കും അതറിയാം, പേടിയില്ല ചവറായി ചത്തു ചെയ്ത് കിടക്കുന്നു, മരണമില്ല പേടിയോടെ ജീവിക്കും, സ്വന്തം കാര്യം ചിന്തമാന്ന് പറഞ്ഞു നടക്കുന്നതും, സ്വന്തം കാലിന്റെ അടി നോക്കാതെ ജീവിച്ച് തീർക്കും നീ, പടച്ചോനെ പോലും പൊറുക്കാത്ത കാര്യങ്ങൾ ചെയ്യും, പടച്ചവനെ പോലും പടപ്പാക്കും, പടച്ചവന്റെ പടച്ചോറകത്താക്കും, പിന്നെ പടച്ചോനെ കാത്തു കൊള്ളണമെന്ന് വിളിയും, പടയ്ക്കും നെഞ്ചിലൊരു നീറ്റ്, നീ അറിയാതെ ഇങ്ങോട്ടൊന്ന് നോക്ക്, കാലം കുറയായില്ലേ നീ പണി തുടങ്ങിയിട്ട്, മതപിത ഗുരുദൈവം എന്നൊരു ചൊല്ല്, കേരളം പ്രാന്തലയമാണ് എന്നൊരു വാക്ക്, പണ്ടെങ്ങാണ്ടര പറഞ്ഞ വാക്കൊന്ന് നോക്ക്. നീയൊരു മനുഷ്യനെ പുറക്കിற വേള சொல்லாம தெரியாம நீ செஞ்சிட்டும் கேலி குத்துகளெல்லாம் ஞாபகம் இருக்கட்டும் மனிதா உன் பிறப்பு இறப்பு உள்ள அழைப்புகள் நீ ஒரு நாள் கேൾപ്പാ പല നാട്ടിൽ പോയി പല 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 പണിയും പല മേഖലയിൽ പല പല പട്ടിപ്പണിയും എന്തു പറയാൻ കഷ്ടപ്പെടാൻ മാത്രമേ ഈ ഭൂമി കറങ്ങുന്നൊരുണ്ടയാണെന്ന് അറിയാം ആ ഉണ്ടയിൽ കയറി എന്ത് ചെയ്യുമെന്നും അറിയാം ബസ്സിൽ ചക്കി വെക്കാൻ മടിയില്ലാതെ കാണിക്കുന്നതും തൊട്ടൊരു മിരിക്കാൻ സുഖം തേടി നടക്കുന്നതും രണ്ടെണ്ണം കിട്ടിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മനുഷ്യ നീ അതോർക്കുന്നു പറയുന്നതൊന്ന് കാണിക്കുന്നതും നീ മറ്റൊന്ന് ലിംഗഭേദം എന്നെ കാട്ടിക്കൂട്ടും നിന്റെ കോപ്രായം നോക്കി നിൽക്കുന്നതാണെങ്കിലോ നിന്റെ ജനത ഇടി മുഴക്കത്തോടെ നിന്റെ മനസ്സിനകത്തുള്ള കാര്യം നീ പറയാതറിയാതെ കൂട്ടി വെച്ചു കാത്തിരുന്ന് വട്ടമിട്ടിരയെ തേടി പറക്കും പരുന്തായി നീ ജീവനോട് തിന്നാനായി കൊതിയൂർന്നിരിക്കില്ലേ
സൈഡിൽ കൊറിയോഗ്രാഫർ തുള്ളി ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആൾക്കാർ പണി കൊടുക്കാൻ കൊടുക്കല്ലേ വികാസ് ബ്രോ ഒരു പണി കൊടുത്തല്ലോ. ഒരു പണി കൊടുക്കാം. അത് മുമ്പ് ഹൈദരാബാദിനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെറിയൊരു കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ഉണ്ട്. അത് നമുക്കൊന്ന് കാണാം. ജസ്റ്റ് അത് സെറ്റ് അല്ലേ ടോണി ബ്രോ? Drop. അടിപൊളി. നിങ്ങൾ ഒരു കിഡിലെ ടീം തന്നെയാണ് നിങ്ങൾ ബ്രോ. അതെല്ലാം റൈറ്റ്ലി പിക്ഡ് അങ്ങനെ വേണം പറയാൻ. എല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാവരും അത് അതെ പറഞ്ഞു. ചില എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് ചേരുക സംഭവം ഉണ്ടല്ലോ. എത്ര നാളെടുത്തു ബ്രോ ഷൂട്ടും കാര്യം? ഷൂട്ട് മാത്രം ശരിക്കും ഷൂട്ട് നമുക്ക് 4 days to 5 days വരെ എടുത്തു. കാര്യം അത് നമുക്ക് ടൈം ഭയങ്കര ചൂടായിരുന്നു. കാര്യം ഡെസേർട്ട് സീക്വൻസ് ഏത് മാസങ്ങളിലാണ് ചെയ്തത്? എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ സമയങ്ങളായിരുന്നു ഷൂട്ട്. അതായത് നമുക്ക് സ്റ്റുഡിയോയിൽ നമ്മൾ 2 ദിവസം ഷൂട്ട് ചെയ്തു. 2 ദിവസം സീക്വൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ കുറച്ച് തിരക്കായി പോയി. പിന്നെ നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഇതിൻ്റെ ഡെസേർട്ട് ഏരിയയിൽ ഒരു മരത്തണലിലാണ് ഒരു ശവകുടീരം വേണ്ടതെന്നുള്ളൊരു നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഒരു അതായത് ഒരു നമ്മൾ കേട്ടില്ലേ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു തണൽ മരം വെച്ച് പിടിക്കും, ഒരു കൺസെപ്റ്റ്. അതായത് അവൻ ആറടി മണ്ണിൽ ഒതുങ്ങി ഒടുങ്ങുക മരിക്കുക ആ സമയത്ത് ഒരു തണൽ മരം. അപ്പൊ എനിക്ക് ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ഒരു മരം ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെ അൽക്കുതിര എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടു അല്ലെ, ലൊക്കേഷൻ കണ്ടു. പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഡ്രോൺ ഉപയോഗിച്ചു ഉണ്ട്. പക്ഷെ അതിന്റെ പെർമിഷനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇത് അവിടെ അല്ല ഷൂട്ട് ചെയ്തത്. ഇത് ഞങ്ങൾ അജ്മാൻ അല്ലല്ലോ ഉമ്മൽക്കോയില് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ സുനിൽ ഇസ്മായിൽ എന്നാണ് പുള്ളിയാണ് എനിക്ക് ഇതിനകത്ത് എല്ലാം സപ്പോർട്ട് ചെയ്തത്. പുള്ളി പറഞ്ഞടാ, പുള്ളി സാധനങ്ങളൊക്കെ ഇപ്പൊ ചെയ്, നമുക്ക് സപ്പോർട്ട് അതൊക്കെ ഒരു ഫ്രണ്ട്സ് സർക്കിളിനകത്ത് കിടക്കുന്ന സാധനങ്ങളാണ്. പൗലോ കെയ്ലോന്റെ ഒരു കോട്ടൺ, നമ്മളൊരു സാധനത്തിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചാൽ ലോകം മുഴുവൻ നമ്മുടെ എന്ത് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അത് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. പിന്നെ ചെന്നപ്പോ എനിക്ക് എന്റെ തീമിന് പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഡെസേർട്ട് അവിടെ സാധനമുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇതിന്റെ അകത്ത് കുറെ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ VFXിലൂടെ ക്ലിയർ ചെയ്ത്. എനിക്കറിയാം ടെക്നിക്കൽ സൈഡ് കൂടെ നമ്മൾ നോക്കും. ഇപ്പം ആസ് എ ഡയറക്ടർ നോക്കുമ്പോഴത്തേക്ക് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എന്റെ എഡിറ്റിംഗ് ടേബിളിൽ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓൾറെഡി എനിക്കൊരു ബോധം പ്രീ പ്രൊഡക്ഷനിൽ ഞാൻ ഓൾറെഡി ആ ഷോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇന്ന ഷോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ക്ലിയർ ചെയ്ത് ഇത് ഓൾറെഡി എനിക്ക് പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി സെറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം അത് വർക്കൗട്ട് ആവും എന്നുള്ളതുകൊണ്ട് പിന്നെ ആ ഡ്രോണിലും കാര്യങ്ങളും വെച്ച് ചെയ്തു. പിന്നെ ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ആ സമയത്ത് എൻ്റെ ക്രൂ അവർ കിടന്ന് കണ്ട് എനിക്ക് തന്നെ ഭയങ്കര ഫീലായിരുന്നു. കാര്യം അത്ര ചൂടായിരുന്നു. നമ്മൾ രാവിലെ ചില ഷോട്ടുകൾ രാവിലെ 5 to 8 o'clock ഷൂട്ട് ചെയ്തു. നമ്മൾ സോണി ബുറാനോയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് ഡ്രോൺ ഷൂട്ട് ചെയ്തു. അതെ, ലൈറ്റിങ്ങിൽ നമുക്ക് നമ്മളെ തന്നെ DOP സെക്ഷനിൽ തന്നെ സഞ്ജീവ് പുള്ളി ഭയങ്കര ഈ ലൈറ്റിംഗ് ഒരു മാജിക് ഹാൻഡ് ആണ് പുള്ളി. കാര്യം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ആരും ഇപ്പൊ ഞാനാണെങ്കിലും ഇവരാണെങ്കിലും ആരും ഇത് എന്റെ ജോബ് എന്നൊരു സാധനം ഇല്ല ഇതിന്റെ അകത്ത്. അതൊരു പവർഫുൾ ആണ്. ഇവരൊക്കെ പലപ്പോഴും ചോദിക്കും എന്റെ കയ്യിൽ, സുൽഭായ് നിങ്ങളുടെ ടീം അതാണ് സത്യം. ഇപ്പൊ എനിക്ക് എല്ലാരും കംഫർട്ടബിൾ ആയി അതുകൊണ്ട് കാര്യം പിന്നെ ഇവർക്കൊരു വിശ്വാസമുണ്ട് എന്നിൽ. അവർ എനിക്ക് തന്നെ എന്ന് വെച്ചാൽ അവൻ എന്തോ കണ്ടിട്ടായിരിക്കും അത് പറയുന്നതെന്നുള്ളൊരു വിശ്വാസം അവർക്കും ഉണ്ട്. ഞാൻ പറയുന്നത് ഹൈദരാബാദ് ഒരു കാര്യം, ഇതുവരെ ഒരു ആൽബം പോലും അതിന് മുമ്പ് ഒരു ഡയറക്ടർ പരിപാടി ചെയ്യാത്ത ഒരു സുനിൽ ബ്രോ, അദ്ദേഹത്തിൽ എങ്ങനെ ഇത്ര വിശ്വാസം ഉണ്ടായി നിങ്ങൾക്ക്? വിശ്വാസം ഇവൻ ഇതൊക്കെ ഈ പരിപാടി ചെയ്യും. ഞാനാദ്യം ഇത് ചെയ്യോ എന്നതാണ് ഫസ്റ്റ് ഡൗട്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കേൾക്കണം. ഇപ്പൊ ഇത് എഴുതുമ്പോ എനിക്ക് ഒരിക്കലും പിന്നെ ഒരു ഡാർക്ക് മോഡിലാണ് ഇത് എഴുതുമ്പോ എനിക്ക് ഒരിക്കലും ഡാർക്ക് മോഡിലാണ് ചെയ്യേണ്ടത്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതെ, പിന്നെ അതുപോലെ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ആയാലും പിന്നെ എല്ലാം പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി ആണ്. അതെ. പിന്നെ അത് വിശ്വാസം ഇങ്ങനെ പതുക്കെ വന്നു. ആളുടെ ഒരു സംഭവങ്ങളും പരിപാടികളൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് തന്നെ വിശ്വാസം വന്നു എന്നുള്ളതാണ്. കാരണം നമ്മള് ബ്രോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അമ്മാതിരിയാണ്. കാരണം
അത് അങ്ങനെ തന്നെ, അത് അങ്ങനെ ആവും. അത് ശരിയാ. അങ്ങനെ ഒരു രീതിയിൽ സംഭവം എന്ന് വെച്ചാൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായി യെസ് യെസ് സിൽവർ മുന്നിട്ടൊക്കെ ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. അല്ല, ഞാൻ ഓൾറെഡി കാര്യം വെച്ചാൽ ഞാൻ പറയുന്ന വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇവർക്ക് മനസ്സിലായാലേ ഇവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഇവരും ചെയ്യില്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ പറയും ഈ ഷോട്ട് ഇങ്ങനെയാണ്, ഈ ഷോട്ട് ഇങ്ങനെ വരാം. ഈ ഷോട്ട് പറയുമ്പോൾ ഈ ഷോട്ടിന് മുമ്പ് ഞാൻ പറയും ഈ ഷോട്ടിലോട്ടാണ് പോകുന്നത്, ഈ അടുത്ത ഷോട്ട് ഇതാണ്. അപ്പോൾ ഈ ഷോട്ട് കറക്റ്റ് ആയാൽ മാത്രമേ ആ ഷോട്ട് എനിക്ക് കിട്ടുള്ളൂ. ഓൾറെഡി ഞാനത് പറയും. അപ്പോൾ അത് ടെക്നിക്കലി സാധനം ഞാൻ അത് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ഈ ഷോട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ അത് ഇവരായിട്ട് പറയും അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വേണ്ടിയിട്ട് ഇവരെനിക്ക് തരും. അങ്ങനെയായിരുന്നു ആ ഒരു ഫ്ലോ ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം, വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റോൾ മോഡൽ ശരിക്കും എനിക്ക് പ്രിയ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രിയദർശൻ സാറിന്റെ കൂടെ ആയിരുന്നു, സാറിന്റെ കുറെ അവരുടെ വർക്ക്, സാറിന്റെ കൂടെ വർക്കുകളായിരുന്നു കൂടുതൽ. പുള്ളിയുടെ കുറെ ടെക്നിക്ക് സാധനങ്ങളുണ്ട്. പുള്ളി ചെയ്യുന്ന ഞാൻ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പ്രിയ സാറിന്റെ കൂടെ. അപ്പോൾ പ്രിയ സാറിന്റെ കൂടെ ലാസ്റ്റ് ഒപ്പം ഈ ലൊക്കേഷൻ സൗണ്ട്, ഈ പറഞ്ഞ ആംബിയൻസ് റെക്കോർഡിങ്, സൂര്യാജ് സാറുമായിട്ട് കുറെ കണക്ഷൻ ഉണ്ട്. പോലും അറിയാത്ത ഒരു കാലത്ത് അദ്വൈതം എന്ന് പറഞ്ഞ സിനിമ 3 കളർ ടോണിൽ വെച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ മീൻസ് അങ്ങനെ കുറെ ആ കാലഘട്ടത്തിൽ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ബാക്കിൽ നിൽക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് സിനിമയാണല്ലോ, ആക്ടിങ് ഈ ഇതൊക്കെയാണല്ലോ മനസ്സ്. അപ്പൊ നമ്മൾ പിന്നിൽ നിന്നപ്പോൾ ഇവര് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനത്തെ കുറിച്ച് ഇവരൊക്കെ ഇവർക്കൊക്കെ സിനിമ ഓൾറെഡി ഇവർക്ക് എഡിറ്റിംഗ് ടേബിളിൽ ഉണ്ട്. ഇവർ സിനിമ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താണ് എടുക്കുന്നതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ നിൽക്കുന്നവരൊക്കെ നമുക്ക് അറിയത്തില്ല ഇവർ എന്തെടുക്കുന്നത്, ഇവർ ഈ ഷോട്ട് ഏതിലോട്ട് കട്ട് ചെയ്യുന്നൊന്നും അറിയില്ല. ഷോട്ടുകളൊക്കെ ചീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മൾ സിനിമ കാണുമ്പോഴേ ഈ ഷീറ്റ് അങ്ങനെ ആയിരുന്നല്ലേ, അങ്ങനെയുള്ള കുറെ ടെക്നിക്സ് ഉണ്ട് ഇവരിൽ. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്യും. കുറെ സാധനങ്ങൾ നമ്മൾ കുറെ പഠിക്കുമല്ലോ. ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും, കല്ലിലും ഉണ്ടാ സൗരഭ്യം നേരിട്ടില്ലേ, ചെറുത് കുഞ്ഞ് ചെറിയ സാധനം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഇതുണ്ടോ മൊത്തത്തിൽ നമ്മള് അങ്ങനെയൊന്നും പറയാം. സാറിന് അറിയാവുന്നോ എന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ അതാ നമുക്ക് അറിയുന്നു. പക്ഷെ സാറിന് നമുക്ക് അവരെയൊക്കെ കണ്ടു പഠിച്ചൊന്നും അവർക്കറിയില്ല. പക്ഷെ ഇവരൊക്കെയാണ് നമ്മുടെ പ്രചോദനം. പിന്നെ ലാൽ സാറ് അവരുടെ പോലെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ്, അവരുടെ സ്കിൽസ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് കണ്ടു വളർന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒരു അയ്യോ ഇല്ല അത് ശരിക്കും ഒരു സ്പോർട്സ് ചലഞ്ച് എല്ലാം കൊടുക്കാം. അപ്പൊ അങ്ങ് സെറ്റിൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. സ്പോർട്സ് ചലഞ്ച് ഞാൻ ഹൈദറിന് കൊടുക്കാം. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചു. ഒരു ഹൈദറിലേക്ക് വരാം. ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, കൊറിയോ ചെയ്തിട്ടുണ്ട്. ഇതേ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും കൊറിയോഗ്രാഫർ ഉണ്ടോ? എൻ്റെ ഒരു അല്ലെങ്കിൽ എങ്ങനെയാ ഒരു തുടക്കം, ഒരു ഡാൻസറിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് പിന്നെ എൻ്റെ കസിൻ ബ്രോ ഉണ്ട്, സാബിർ എന്ന പേര്. അപ്പോൾ മൂപ്പര് ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെങ്കിൽ ഏത് പാട്ട് ഇട്ടാലും അടിപൊളിയായിട്ട്. അപ്പം ഞാൻ ചെറുതിൽ ആ ഒരു ടൈമിൽ അപ്പം കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാലും മൂപ്പറപ്പുറം പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ആൾക്കാരെല്ലാവരും മൂപ്പർ ചുറ്റും നിൽക്കും. കാരണം പാട്ടിട്ടേന് എന്താ ചെയ്യുന്നതല്ല, പക്ഷെ അടിപൊളിയായിരിക്കും. അങ്ങനെ ആ ഒരു ഇതിൽ എന്താ പറയാ അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ ഇതാക്കാൻ വേണ്ടി. പിന്നെ അവരെന്നെ എന്താ പറയാ, പിന്നെ അവിടുത്തെ നമ്മുടെ മാഡ് മാക്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചേർന്ന് പിന്നെ പതിയെ പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്നു, പിന്നെയും ചെയ്തു. പിന്നെ ഞാൻ ഒരു 10th കഴിഞ്ഞ് 11th എത്തുമ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻചാർജ് എനിക്ക് കിട്ടി. എൻ്റെ കരിയറും എൻ്റെ പ്രൊഫഷനും ഡാൻസ് തന്നെയായിരിക്കും എന്ന് ഏത് മൊമെന്റിലാണ് ഡിസൈഡ് ചെയ്യുന്നത്? അത് വേറെ ഒന്നും എൻ്റെ ലൈഫിലില്ല, ഇത് തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്? ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ITI എടുത്തത്, വയറിങ്. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് ഇവിടത്തേക്ക് ഇത് വന്നത്, ഗ്ലോബലിലേക്ക് ചാൻസ് വന്നത്. അത് ഫൈനൽ എക്സാമിന്റെ ഒരു 2-3 മന്ത്സിന്റെ ആ ഒരു ഗ്യാപ്പിൽ. പിന്നെ ഇവിടെ 6 മന്ത് മുന്നേ ഇവിടെ എത്തണം, മീൻസ് അത് 6 മാസം വന്നു കഴിഞ്ഞാൽ 6 മാസം എന്തായാലും ചെയ്യണം ഗ്ലോബൽ. അപ്പൊ അത് എടുക്കണോ അല്ലെങ്കിൽ ഇവിടെ വരണോ എന്നുള്ള ഒരു 2 കണ്ടീഷനിൽ നിന്ന്
അത് പിന്നെ എഴുതാം. ഇത് പിന്നെ കിട്ടില്ല, ഗ്ലോബൽ വില്ലേജ് പിന്നെ കിട്ടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് വന്ന്. അതുകൊണ്ട് അതാടാ. ഇപ്പൊ എത്ര ഇയേഴ്സ് ആയിട്ട് ഗ്ലോബൽ വില്ലേജിൽ ഷോസ് ചെയ്യുന്നത്? ഇപ്പൊ എല്ലാ ഇയറും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു 2 year ചെയ്തിട്ടില്ല. അത് അവിടെ മാനേജ്മെന്റിന്റെ എന്തോ ഇതായിട്ട്. നമുക്ക് സ്പോട്ടിലൊരു പണി കൊടുത്താലോ? ഞങ്ങളെ ഒരു സ്പോട്ടിലൊരു മ്യൂസിക് വയ്ക്കും, അതൊന്ന് ചെറുതായിട്ട് ഇരുന്നിട്ടൊന്ന് ചെയ്യാവുന്ന രീതിയിൽ നോക്കൂ. ഞാൻ മാറിത്തരണോ? ഇത്ര സ്ഥലം ഇത്ര ഗ്യാപ്പ് ഇട്ടിരണോ? ഗ്യാപ്പ് വേണോ? ഗ്യാപ്പ് വേണം. ഞാൻ നോക്കാം അല്ലേ? പിന്നെ ചലഞ്ച് ആക്ഷൻ ക്യാമറ സൂം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ടോക്ക് ഓഫ് ദി ടൗൺ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടാസ്ക് ഓഫ് ദി ടൗണിലോട്ട് പോകാം. ഓക്കേ. ഓക്കേ.
പക്ഷെ ശരിക്കും ടാസ്ക് തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇതാരും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഒരു ടാസ്കും കൂടെ കൊടുക്കണം, അത് അവിടെ കൊടുക്കണം, വേണോ? അല്ല, നമുക്ക് അഭിജിത്തിന് ഒരു പണി. എന്തായാലും ഒരു റാപ്പ് സോങ് നേരത്തെ ഒരു സംഭവം പാടി. വേറെ ഏതെങ്കിലും മനസ്സിൽ വരുന്നൊരു റാപ്പ് നോക്കാൻ പറ്റുമോ? നോർമൽ സോങ് ഏതെങ്കിലും ഒരു റാപ്പ് സംഭവം. എന്താ അക്സെപ്റ്റ് ചെയ്യണം? പ്രോത്സാഹനം വേണോ? റെഡി ആക്ഷൻ. കാവൽ നോക്കണ കാവിലെ ഭീകരഭൂതമതേ, കാതം നീറ്റണ തീയിതു നീട്ടിടു കാതരമേ, കാളികരാളികളാടണ കാനന കാഹളമേ, കാറും പേരണ നോവണ കാനനനാദമിതേ, കരിയേറിയ പൂമ്പുനമുള്ളില് നീറണ കേളികളാടിയവൻ, കരിവേലകൾ കൊത്തിയ നെഞ്ചിലെ മുറിവില് നീറ്റണ കാലനവൻ, കരിയമ്പിനും അമ്പരമമ്പിളി മേലിനും അമ്പരമേട്ടിലുമേന്തണതെന്തിന് പുകയിത് പടരണ കരികരമുടയണ് തുടയിലെ പിടിവള്ളി പൊടിയണ തുടലിൽ വീറും പുമ്പും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാതാടി താടി താളം തെറ്റിക്കേളൻ വീരൽ തീരുന്നോ. അതിൽ തന്നെയാണോ അത്? ബ്രഹ്മയോഗല്ല, ഇത് ചാവേറിലെ മറ്റേ ബ്രോ, ഇനിയിപ്പോ അടുത്ത പ്രൊജക്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പ്രൊജക്ടുകൾ കുറെ സാധനങ്ങളുണ്ട് കയ്യിൽ, പക്ഷെ അതിന്റെ ഒരു വർക്കിംഗ് നടക്കണം. ഇനിയിപ്പോ ഒരു ഷോർട്ട് ഫിലിംസിന്റെ ഒരു പുറക്കെയാണ്. അപ്പൊ അത് അതിന്റെ സബ്ജക്ട് കാര്യങ്ങളൊക്കെ ആയി, പക്ഷെ അതിന്റെ ഇനിയൊരു ഫൈനൽ കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. നിങ്ങൾ മൂന്നുപേരും ഒന്നിക്കുന്ന എന്തെങ്കിലും പ്രൊജക്ട് അത് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്? അത് ഇപ്പോ ഓൾറെഡി ഒരെണ്ണം ലിറിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ലിറിക്സ് ഒക്കെ കഴിഞ്ഞു, ലിറിക്സ് സംഭവം എല്ലാം കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു കുറെ സ്റ്റോറി ടെല്ലിംഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത് നമ്മുടെ ഇരിക്കുന്ന ഒരു സമയത്ത്. ഈ പ്രിയൻ സാറിനെ കുറിച്ച് പറഞ്ഞ കാരണം അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്, ഒരു ഡയറക്ടറുടെ രണ്ടാമത്തെ സിനിമയാണ് അയാളുടെ ഏറ്റവും വലിയ ടാലന്റ് തെളിയിക്കുന്ന സിനിമ, അല്ലെങ്കിൽ അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി. അത് ഫസ്റ്റ് വണ്ണിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയാൽ സെക്കൻഡ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അടുത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഹൈ ആണ്, കാരണം ഡെബ്യൂ അടിച്ചു പൊളിച്ച് ഫയറാക്കി. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വൺ നമ്മളെല്ലാം അതേ എക്സൈറ്റ്മെന്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. അഭിനയം എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു, അപ്പൊ ഇത് അഭിനയത്തിലേക്ക് കിടക്കാനുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? അറിയില്ല. ഇതിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഇത് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ എന്നെ വെച്ചിട്ട് എടുക്കാൻ ആരെങ്കിലും വരണ്ടേ, അതാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ മുന്നിട്ട് ഇറങ്ങിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ ശരിക്കും അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഒരാളുണ്ടാ നമുക്കൊരു സബ്ജക്റ്റിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ റെഡിയാണ്. ഇപ്പോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനൊരു സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി കാര്യം എനിക്ക് കോൺഫിഡന്റ് എന്ന് മീൻസ് അങ്ങനെ പറയുന്നില്ല, പക്ഷെ എനിക്കൊരു അത് ചെയ്യാൻ പറ്റൂല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ചില സാധനങ്ങൾ തന്നാൽ എനിക്ക് പറ്റുന്നതാണ്. കാര്യം സ്കൂളുകളിലും കോളേജിലൊക്കെ ഞാൻ മോണാക്ട് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്നേഹിക്കോ ആർക്കുവാണെങ്കിലും നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചോദിക്കാം, പക്ഷെ ഞാൻ ഇതുവരെ ലോകത്തിൽ ആരും പറയാത്തൊരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് മറുപടി തരും. അത് കൊള്ളാലോ അല്ലേ? എന്തുവാണെങ്കിലും ചോദിച്ചോ, പക്ഷെ ഞാൻ ആർക്കും ഈ ലോകത്ത് ആരും ഇങ്ങനെ സംസാരിക്കാത്ത ഒരു പ്രത്യേക ഭാഷയിൽ ഞാൻ നിങ്ങളോട് മറുപടി പറയും. പക്ഷെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ആൻസർ ഞാൻ തരും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എന്തുവേണം ചോദിക്കാം, ഫുഡ് കഴിച്ചോ, അങ്ങനെ എന്തുവാണെങ്കിലും ചോദിച്ചോ. എന്തുണ്ട് സുനിൽ ബ്രോ വിശേഷം? എന്താണ് സുനിൽ ഷബറൈനി എന്താ കഴിച്ചേ? Shiklina robot di pesinika parota pipini kuda down silikinia urkomandina oggerenia. അത് പുതിയ ഐറ്റം ഉണ്ട് കേട്ടോ. അതെന്താ? വാട്ട് ഈസ് ഒക്ലേനിയ? ഒക്ലേനി ചെല്ലിയാൽ
पप्पा ने सिद्ध यार मत को इतने पावर उड़ गई बबली निकल रहा तो निकल के हमारे उड़िया पप्पू निकल का उड़िया था ना चेक लेंगे तो रानिया ചക്കിലേട്ട് എണ്ണ വല്ലതാണോ ഉദ്ദേശിച്ചത്? അതങ്ങനെ ചോദിക്കേണ്ടത് चानिया था ചാണിയോ? चानिया था राशि मिनिया ना और को बबली नहीं को आती है ये चौके में सिया വേണ്ടാത്ത പണിക്ക് പോയേ ഭാഷയിൽ പറയും. ആ ചെയ്യുന്ന താ അല്ലേ ഒടുക്കുസിദ്ദേശ ഇടയ്ക്ക് അത് ശരി. ഇതെപ്പോ കുത്തി बाबर उड़िके ने पिया इन्ने इंग्लैंड ना करामा इनो करामा मूवी ऐसे किया उन ज्वेलरी के पापा से निकल का ऑलरेडी है मको आंदी नहीं है वो कोडी से पिके ने मोबाइल पासा मूंगी उनसे से पार्क के पासा मूंगी എത്ര കൊടുത്ത്? बोझ नहीं क्या പൂഞ്ചില് കേസ് നല്ലോണം മുഞ്ചി അല്ല എങ്ങനെയുണ്ട് ഈ ടോക്ക് ഓഫ് ദി ടൗൺ വന്നിട്ട് ഷോയിലൊക്കെ വന്നിട്ട് പറയൂ എന്താണ് വാട്ട് ഇസ് യുവർ എക്സ്പീരിയൻസ് പ്രേക്ഷകരെ? Figas, uci leke poto sini kerko pat phone kiya tarba. Pepe sini kol komari adi nama sunile ke pipis goa tarapani bogo sikiya na bobol dikiya. Supe shanda ni aur kadiya lapo bestar ko de bebo makaya do. ഓകലപ്പ സ്നേഹ ദുലുകൾ പന്ത പോത്താ Chalo chalo chalo. ഗൊത്തില്ല ഗൈസ്, എനിക്ക് ഗൊത്തില്ല. She sneha ne itu freke ma framo. 4 day ke mamo ko sieta one day lagi apa sih moni kurwate baba dia. Shembo te sini kil kapo വിഷമാണോ പറയുന്നേ? operin. അല്ല ആള് ഒരു സ്നേഹാന്നും കേട്ടു സാഡ് പോയി. ആൾ സ്വയം മറന്നു ഇതില്. ഓക്കെ മലയാളം പ്ലീസ്, മലയാളം. തിരിച്ചു പോയോ? സ്നേഹാന്നും പറഞ്ഞു, വിഷമവും കാണിച്ചു. അല്ല ഇപ്പൊ എന്താ ഉദ്ദേശിച്ചെന്ന് പറ. അടിപൊളി സംഭവം, ഗംഭീര സംഭവം. ഇതുവരെ ടോക്ക് ഓഫ് ദി ടൗൺ ചെയ്യാത്തൊരു വർക്കായിരുന്നു. പക്ഷെ സാഡായി സാഡിലോട്ട് വരുന്നപ്പോ നിങ്ങൾ നിർത്തി കളഞ്ഞില്ലേ? എനിക്ക് കേട്ടൊരു ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. സ്നേഹാന്ന് പറഞ്ഞു പിന്നെ അങ്ങ് വിഷമം വന്നു. അപ്പൊ ബ്രോ ഇനി എന്താ സാധനം വരാണ്ട്? അല്ല അങ്ങനെയല്ല, അത് സസ്പെൻസ്. ഓക്കെ. അപ്പൊ ഇനിയും പ്രൊജക്ടുകൾ ഉണ്ടാവട്ടെ, എല്ലാ പ്രൊജക്ടും സൂപ്പർ ഹിറ്റായി മാറട്ടെ. ഹൈദറിനെ അപ്പൊ ഇനിയും ഇങ്ങനെ എഴുത്തുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ടാവട്ടെ. ഹൈദർബായ് ഇനി കൊറിയോഗ്രാഫി ചെയ്യാൻ ഇനി നമ്മള് നെക്സ്റ്റ് പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി ഒരു സിനിമ തന്നെ ചെയ്തിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് പാറിച്ചെടുക്കണം. ഇനി എല്ലാ സിനിമകളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഞങ്ങളുടെ മൈൽ സ്റ്റുഡിയോയുടെ ഞങ്ങളുടെ ബോസ് ലിയ ജോസഫ് എല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ടീം എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. ഒരുപാട് സന്തോഷം. അപ്പോൾ ടോക്ക് ഓഫ് ദി ടൗണിലേക്ക് വന്നു, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഈ ഒരു എപ്പിസോഡ് കളർഫുൾ ആക്കിയതിനും അത് ഒരുപാട് ചിരിക്കാനും ഒരുപാട് വെറൈറ്റിയും ഡാൻസ് ഒക്കെ കരയിപ്പിക്കരുതോ. ഇനി കരച്ചിലില്ല, എല്ലാരും ഹാപ്പിയാണ്. അല്ല, സന്തോഷത്തിന്റെ കണ്ണീരാണ് ഗൈസ്, ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോ hope you enjoy the show. Signing off, Vikas Karthik. Sneha Abraham. Thank you. Bye. Good Good night guys.